സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ 1.5 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുതരും എന്ന് അവകാശപ്പെടുന്ന ഒരു സുവിശേഷകൻ്റെ വീഡിയോ ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് കോടികൾ കിട്ടും. പണം വേണോ? പണം വേണമെങ്കിൽ നിങ്ങൾ പൈസ ഇടുക. ശരിക്കും ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരേ സമയം തന്നെ തമാശയും അതേപോലെ തന്നെ വലിയ നൊമ്പരവും തോന്നി. യഥാർത്ഥത്തിൽ ഈ ചില ലോട്ടറി വിൽപ്പനക്കാരൊക്കെ നാളെയാണ് 10 കോടി വേണമെങ്കിൽ 10 രൂപ എടുത്ത് ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ അതേ ഒരു ശൈലിയിൽ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പണം വേണോ? അവിടെ പണം വേണോ? ഇവിടെ പണം വേണോ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം ശരിക്കും തമാശയാണ് നമുക്ക് തോന്നുന്നത്. ഇത് കണ്ട് കൈയടിക്കുന്ന പ്രബുദ്ധരാണെന്ന് നമുക്ക് കണ്ടാൽ ചിന്തിക്കുന്ന, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടെന്നൊക്കെ നമുക്ക് കാണുമ്പോൾ വിചാരിക്കുന്ന കുറേ ആളുകൾ ആ യുവാവിന് ചുറ്റും നിന്ന് കൈയടിക്കുന്നു, ആമേൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ചിരിക്കാനാണ് തോന്നുന്നത്. പക്ഷെ അതേസമയം തന്നെ തമ്പുരാൻ്റെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് വലിയ വേദന തോന്നി. കാരണം നമ്മുടെ തമ്പുരാൻ ഇങ്ങനെ ഒരു തമ്പുരാനല്ല. സമ്പത്ത് കുമിഞ്ഞുകൂടാൻ തക്കവിധം അത്രമാത്രം, അതായത് നമ്മൾ എന്തുമാത്രം സമ്പത്ത് ചോദിച്ചാലും അത് തരുന്ന ഒരു പ്രോസ്പെറിറ്റി ഗോഡല്ല നമ്മുടെ ദൈവം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം ഈ പ്രവർത്തനം ഒരേ സമയം തന്നെ രാജ്യദ്രോഹമാണ്, ജനദ്രോഹമാണ്, വചനവിരുദ്ധമാണ്. ഇത് വചനവിരുദ്ധമാണ്. കാരണം തമ്പുരാൻ വചനത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു ദൈവസങ്കല്പമല്ല നമുക്ക് പുതിയ നിയമത്തിൽ കാണുന്നത്. സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടാ. കർത്താവ് ഒരു ബാങ്കൊന്നുമല്ല നടത്തുന്നത്. നമ്മൾ ചോദിച്ചാൽ ഉടനെ പൈസ എടുത്തു തരാൻ നമുക്ക് ആവശ്യമുള്ള ദൈവം തരും. പക്ഷെ ഇത് ഒരാൾ കെട്ടിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ 1.5 കോടി രൂപ കിട്ടിയെന്നൊക്കെ പറയുമ്പം ശരിക്കും അത് വചനവിരുദ്ധമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് സാമൂഹിക ദ്രോഹമാണ്, ജനവിരുദ്ധമാണ്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർക്ക് പൈസ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ അയാൾ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യർ ഒക്കെ ഫോൺ ഓണാക്കി വയ്ക്കുന്നു. ഫോൺ ഓണാക്കി വെച്ചാൽ അവരുടെ ചാർജ് തീരുമാനിക്കും. അതല്ലാതെ എന്തെങ്കിലും ഒരു നന്മ അതിൽ നിന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടത് ജനദ്രോഹമാണ്. വീണ്ടും അത് രാജ്യദ്രോഹമാണ്. കാരണം എവിടെ നിന്ന് ഈ പണം വന്നു? കൃത്യമായ സോഴ്സ് വെളിപ്പെടുത്താൻ ഈ മനുഷ്യന് ബാധ്യതയുണ്ട്. ഈ 1.5 കോടി രൂപ ഇത് കള്ളപ്പണമാണോ? ഇത് രാജ്യദ്രോഹമല്ലേ? അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയൊരു തെറ്റാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ഈ മനുഷ്യനും ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്നവരും വലിയ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ അതിൻ്റെ 6-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ഇങ്ങനെയുള്ള വ്യാജ പ്രവാചകന്മാരെ പറ്റി പൗലോസ്ലീഹ പറയുന്നുണ്ട്. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമായി കരുതുന്നവരും, അങ്ങനെയുള്ളവർ, അതായത് ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമായി കാണുന്ന ഇത്തരം നവസുവിശേഷകന്മാർ. ശരിക്കും പറഞ്ഞാൽ 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റുകൊടുത്ത ആ യൂദാസ്, ആ മനുഷ്യൻ ചെയ്ത അതേ പാപമല്ലേ ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് 30 വെള്ളിക്കാശിനാണ് കർത്താവിനെ ഒറ്റിക്കൊടുത്തതെങ്കിൽ ഇന്ന് 1.5 കോടി രൂപയ്ക്ക് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട കാര്യമുണ്ട്. വീണ്ടും കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ അസന്ദിഗ്ധമായി പറയുന്നുണ്ട്, നിങ്ങളിലെ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്ന് പറയുന്നുണ്ട്. അതായത് വിഗ്രഹാരാധന തന്നെയാണിത്. ഈ 1.5 കോടി രൂപയ്ക്ക് പണത്തിന് വേണ്ടി തമ്പുരാനെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വിഗ്രഹാരാധന തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യമായി തരാൻ ദൈവത്തിന് സാധിക്കും. അത് ആവശ്യമുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇത്തരം അത്യാഗ്രഹങ്ങൾ എവിടുന്ന് ദൈവം തരും? അത് ശരിക്കും ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ അതിൻ്റെ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ ആ ലേഖനകർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റ് തന്നെയാണ്.
നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ദൈവം ഇങ്ങനെ ഒരു പ്രോസ്പെറിറ്റി ഗോഡ് അല്ല. പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും ദ്രോഹമാണ്, അത് വചനവിരുദ്ധമാണ്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ് നടപടി പുസ്തകങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പത്രോസ്ലീഹ മുടന്തനായ വ്യക്തിയോട് ഇങ്ങനെ പറയുന്നുണ്ട്: സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ നൽകുന്നു, നസ്രായനായ ഈശോയുടെ നാമത്തിൽ എണീറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് എൻ്റെ കർത്താവിൻ്റെ നാമം മാത്രമാണ്, എൻ്റെ തമ്പുരാൻ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം. ദ്രവ്യാഗ്രഹികളുടെ ദൈവമല്ല നമ്മുടെ ദൈവം. ദ്രവ്യാഗ്രഹം കൊണ്ട് നമ്മളെ പുതപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഇത്തരം തെറ്റുകളിൽ നിന്ന് തെറ്റ് സംഭവിച്ചത് ഒരുപക്ഷെ അബദ്ധം മൂലമാണെങ്കിൽ അവരതിൽ നിന്ന് പശ്ചാത്തപിച്ച് മാറി നിൽക്കട്ടെ. അവർ മാറി നിൽക്കട്ടെ എന്ന് മാത്രമല്ല, ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇത് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം വളർന്നു വരുന്നു എന്നുള്ളത് വലിയ കഷ്ടമാണ്. ആ സമൂഹം നമുക്ക് ബോധമുണ്ടാവട്ടെ. നമ്മുടെ ദൈവം ഇങ്ങനെ ഒരു പ്രോസ്പെറിറ്റി ഗോഡല്ല എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരട്ടെ. ഇത്തരം തെറ്റുകൾ, ദൈവത്തെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നവർ ഇനിമേലിൽ അങ്ങനെ ചെയ്യില്ല എന്ന് തമ്പുരാന്റെ സന്നിധിയിൽ അനുദപിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.